ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ കാവ് കോവിലായി. കോവിൽ പിന്നെ അമ്പലമായി. ആ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റും ഒരു വീട് പോലെ പണിഞ്ഞ് സംരക്ഷിച്ചു. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ മറ്റാരും കയ്യേറാതിരിക്കാൻ ആ ക്ഷേത്രത്തിൻ്റെ വസ്തുവിന് ചുറ്റും മതിൽ കെട്ടി. അപ്പോൾ കോവിൽ അമ്പലമായി. 1400 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലം ക്ഷേത്രമായി. ക്ഷേത്രമായപ്പോൾ അതിന് ഗർഭഗൃഹമുണ്ട്, അതിന് ഗോപുരമുണ്ട്, അതിന് കൊടിമരമുണ്ട്, അതിന് കൊടിയുണ്ട്, അതിന് ആചാരങ്ങൾ വന്നു, അതിന് ഘോഷയാത്ര വന്നു. ഇങ്ങനെ ആചാരങ്ങൾ കൊണ്ടത് പുഷ്ടമായി. അപ്പോൾ അത് ക്ഷേത്രമായി മാറി. ആ ക്ഷേത്രങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കണം. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടോട്ട് ഏറ്റവും വലിയ സൃഷ്ടി ബൃഹദേശ്വര ക്ഷേത്രം, തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ അപ്പൻ്റെ ക്ഷേത്രം. ഇങ്ങനെ 1000കണക്കിന് ക്ഷേത്രമാണ് ഇന്ത്യയിലുള്ളത്. കാവും കോവിലും അമ്പലവും ക്ഷേത്രവുമായി 95 ലക്ഷം ആരാധനാലയങ്ങളാണ് ഹിന്ദുക്കൾക്ക്. ഇന്ത്യൻ യൂണിയനകത്തുള്ളത് 95 ലക്ഷം. ഇന്ത്യൻ ഒറ്റരാജ്യത്തിനകത്ത് 95 കാവുകളും കോവിലുകളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമായിട്ടിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായിക്കോണം. ചുമ്മാ ഉണ്ടാകുന്നുള്ളൊരു ക്ഷേത്രം. നമ്മൾ തിരുവനന്തപുരത്ത് ജില്ലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് രാവിലെ മേൽക്കൂരയിൽ നിന്ന് ഒരു ചെറിയ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് തള്ളവളിൽ വന്ന് മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വന്നിക്കുകയാണ്. 1000 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞൊരു ക്ഷേത്രമാണ്. അന്നത്തെ ശില്പി ആ മേൽക്കൂരിലൊരു സാധാരണ കാണാൻ പറ്റാത്തൊരു ദ്വാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സൂര്യൻ ആ കറക്റ്റ് സ്ഥലത്ത് വരും. വിഷുവിനൊന്ന് രാവിലെ ആ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് തള്ളവൽ വന്ന് മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വന്ദിക്കും. പത്മനാഭസ്വാമിത്വത്തിൻ്റെ ഗോപുരം 7 ദ്വാരങ്ങളാണ്. വിന്റർ ഇക്വിനോക്സ് വരുമ്പോഴും സമ്മർ ഇക്വിനോക്സ് വരുമ്പോഴും രാവിലെ 9 മണിയാകുമ്പോൾ സൂര്യൻ ആദ്യത്തെ കോളത്തിൽ നിറയും. 1 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ നിറയും. പിന്നെ 1 മണിക്കൂർ മൂന്നാമത്തെ നിറയും. രാവിലെ 7:30 തുടങ്ങുന്ന പ്രതിഭാസം വൈകിട്ട് 5:30 മണിയാവുമ്പോൾ 7 ദ്വാരങ്ങളും കയറി ഇറങ്ങി സൂര്യഭഗവാൻ വിഡ്രോയി. എന്തൊരു അത്ഭുതമാണെന്നറിയാമോ? 1584 ഒരു വർഷം 365 ദിവസമാണെന്ന് ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഗ്രിഗറി എന്ന പ്രസിദ്ധനായ രാജാവ്, ദ ഗ്രേറ്റ് പോപ്പ്, അദ്ദേഹം പ്രഖ്യാപിച്ചാണ്. 1584 സായിപ്പിന് മനസ്സിലായത് ഒരു വർഷം 365 ദിവസമാണ്. പക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ മുഴുവൻ ഭാരവും വന്ന് നിൽക്കുന്നത് 365 തൂണും അത് കഴിഞ്ഞൊരു 1/4 തൂണും. ഓരോ ദിവസം സൂര്യൻ വരുന്നതിന് നേരെയാണ് ഓരോ തൂണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2-ാം ദിവസം സൂര്യൻ വരുന്ന നേരെ അടുത്ത തൂണ്. അങ്ങനെ 360 ഡിഗ്രിയുള്ള ആ സർക്കുലറിൽ 365 തൂണും ഒരു 1/4 തൂണും അതിൻ്റെ മുകളിലോട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാരം വന്ന് നിൽക്കുന്നത്. 1000 കൊല്ലത്തിന് മുമ്പ് ആ ക്ഷേത്രം പണിഞ്ഞവർക്ക് അറിയായിരുന്നു ഒരാണ്ട് 365 ദിവസം ആണ് എന്ന്. സായിപ്പ് മനസ്സിലാക്കുന്നതിന് 500 കൊല്ലം മുമ്പ് പത്മനാഭസ്വാമിയുടെ മുമ്പിൽ ഒരു ഭക്തൻ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കഴിഞ്ഞാൽ വലത്തെ ചെവിയോ ഇടത്തെ ചെവിയോ തറയിൽ മുട്ടിക്കണമെന്നാണ്. വലത്തെ ചെവിയോ ഇടത്തെ ചെവിയോ തറയിൽ മുട്ടിച്ചു കഴിയുമ്പോൾ 5 കിലോമീറ്റർ അകലെ ആണ്ടിലൊരിക്കൽ ആറാട്ടം കൊണ്ടുപോകും പത്മനാഭസ്വാമിയെ. ശംഖുമുഖത്ത് കൊണ്ടുപോയി ആറാട്ട് നടത്തിയിട്ട് തിരിച്ചു വരും. ആ പത്മനാഭസ്വാമി കുളിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തെ തിരമാല കരക്കടിക്കുന്ന ശബ്ദം 5 കിലോമീറ്റർ ഇപ്പുറത്ത് സാഷ്ടാംഗപ്പെടാൻ ചെയ്യുന്ന ഭക്തന്റെ ചെവി കേട്ട്. നൂറ്റാണ്ടുകൾക്ക് മനുഷ്യന്റെ ആ ശബ്ദം മുഴുവൻ കൊണ്ടുവരണമെങ്കിൽ എന്തൊരു ഭയങ്കര പണിയാണെന്ന് ആലോചിച്ചോ. ഭയങ്കരമാണ്. പത്മനാഭസ്വാമിയുടെ ആ ക്ഷേത്രത്തിന് ചുറ്റുമായി 2000 യക്ഷികളെയാണ് കുത്തിവെച്ചിരിക്കുന്നത്. യക്ഷി, ഒന്നാമത്തെ യക്ഷിയും 2-ാമത്തെ യക്ഷിയും വ്യത്യാസമാണ്. 2-ാമത്തെ യക്ഷിയും 3-ാമത്തെ യക്ഷിയും വ്യത്യാസമാണ്. ഒന്നുകിൽ ചെവിയുടെ നീളം മാറും, അല്ലെങ്കിൽ മൂക്കിന്റെ നീളം മാറും, അല്ലെങ്കിൽ ചുണ്ടിന്റെ നീളം വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ തലമുടിയുടെ ലെങ്ത് വ്യത്യാസമോ, അല്ലെങ്കിൽ കൈയുടെ ഇതിന് വ്യത്യാസമോ. 2000 യക്ഷിയെ, ഒന്നല്ല രണ്ടാമത്തത്, 2000 യക്ഷി, 2000 ഡിഫറെന്റ് യക്ഷിയാണ് കുത്തിവെച്ചിരിക്കുന്നത്. എന്തൊരു അത്ഭുതം എന്ന് ആലോചിച്ചോണം. അതിഗംഭീരം.
എനിക്ക് വലിയൊരു ആഗ്രഹമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെന്ന്. പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനിയെ, ഇപ്പം എനിക്ക് കയറാൻ പറ്റുകയില്ല. ക്രിസ്ത്യാനികളൊക്കെ കള്ളടിച്ചകത്ത് കയറും, പക്ഷെ ഞാൻ കറങ്ങുന്ന അപ്പോഴേ മനസ്സിലാവും അലസാണ്ടൊക്കെ പണി കയറുന്നു. അപ്പോൾ അത് ഒരിക്കലും ഹിന്ദുവിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല.